ഒരടിപൊളി വിഷുക്കാലം കൂടി കഴിഞ്ഞു പോയില്ലേ. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കൊന്നമരത്തിന് നല്ല കമൻസ് ആയിരുന്നേ, അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. നമ്മൾ ചെറിയ കമ്പി കഷ്ണമൊക്കെ എടുത്ത് വെൽഡ് ചെയ്ത് ഇതുപോലെ ടൈലർ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കട്ട് പീസുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളതിനകത്ത് വുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പാസ്റ്റർ പാരീസൊക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് വെയിറ്റ് തോന്നും, അതുപോലെ നമ്മൾ ബഡ്ജറ്റ് ഒരുപാട് കൂടും. അങ്ങനെ നമ്മൾ ഇത് സെലോ ടേപ്പ് അല്ല മാസ്കിൻ ടാപ്പ് വെച്ചിട്ട് നമ്മൾ നല്ലോണം ചുറ്റി വരിഞ്ഞെടുത്ത് ടൈറ്റ് ചെയ്തെടുത്തു. എല്ലാ തവണയും നമ്മൾ നല്ല എക്സ്പെൻസീവായിട്ടാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നമ്മൾ അതിൻ്റെ അറ്റത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കമ്പീൻ്റെ അറ്റത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് കഷ്ണങ്ങൾ, അത് മരച്ചിലകൾ വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് പൊടി വെച്ചിട്ട് മണ്ണിൻ്റെ പൊടിയും വേസ്റ്റൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് സൂപ്പർ ഗ്ലൂ ഒഴിച്ചു. എന്നാൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, വെൽഡ് ചെയ്തതിനേക്കാട്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് നമ്മൾ സെലോ ടേപ്പ്, അത് മാസ്കിൻ ടേപ്പ് വെച്ച് ചുറ്റി വരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു മരത്തിൻ്റെ ഒരു തൊലി ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ചെയ്തത്. ഇതൊരു ക്രേപ്പ് ടൈപ്പ് മാസ്കിൻ ടേപ്പാണ്, അതായത് ഒരു പേപ്പർ ടൈപ്പ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ അതിനകത്ത് പാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്തിട്ട് കുറച്ച്, അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ആയാലും മതി. എന്നിട്ട് നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് അതിനകത്തൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തു, ചെറിയ കട്ടിക്ക്, ഒരു സ്കിന്ന് ടൈപ്പിൽ അത്രയും കട്ടിയുള്ളൂ. എന്നിട്ട് നമ്മളതിനകത്ത് ഒരു വൈറ്റും അതുപോലെ ഒരു ചാര കളറൊക്കെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ പെയിൻറ്റ് മിക്സ് ചെയ്ത് അടിച്ചു. ഒരു ചെറിയൊരു സ്പ്രേയറാണ്. ഈ സ്പ്രേയറിന് അധികം റേറ്റില്ല, സ്പ്രേ ചെയ്യുന്ന മെഷീൻ അധികം റേറ്റില്ല, 2000-2000 ഉള്ളിലുള്ളൂ. അങ്ങനെ ഫുൾ കവർ ചെയ്തിട്ട് നമ്മളിതിനകത്തുള്ള കൊന്നപ്പൂ സെറ്റ് ചെയ്യാണ്. കൊന്നപ്പൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ഞി കോട്ടൺ എടുത്ത് ചുറ്റിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫെവിക്കോൾ വെച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എന്നിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ട കറക്റ്റ് മനസ്സിലാവും എങ്ങനെ ഒരു കൊന്നപ്പൂ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ നമ്മൾ കൊന്നപ്പൂ സെറ്റ് ചെയ്യാൻ വേണ്ടി കൊന്നപ്പൂവിൻ്റെ മൊട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒന്ന് പെയിൻറ്റ് ചെയ്യും. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം, അതായത് കമൻ്റ് ഇടണം. അപ്പോഴാണ് ഞങ്ങളുടെ പുതിയ വീഡിയോസിന് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഇതുവരെ നമ്മുടെ ചാനലുണ്ടായിരുന്ന വീഡിയോസ് അധികം വാല്യുബിൾ അല്ലാത്ത ഒരുപാട് വീഡിയോസൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മളുടെ ഇതുവരെ അനൗൺസ് ചെയ്ത ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ചാനലിൽ. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഞങ്ങളെ അറിയിക്കുക. പറയാം.